നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. UDFന് മുന്നിൽ കെഞ്ചി കാലുപിടിക്കുകയാണ് PV അൻവർ. MLA സ്ഥാനം അങ്ങ് രാജിവെച്ചു, ആകെ പൊല്ലാപ്പായി എന്ന് ചിന്തിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് ഒന്ന് കോൺഗ്രസ് തന്നെ ഒന്ന് അകത്ത് കയറ്റണം, അതാണ് ഇപ്പോഴത്തെ ആവശ്യം. അതായത് നേതാക്കൾ വൈകാതെ ചർച്ച നടത്തുമെന്നാണ് പ്രതീക്ഷ. ആ പ്രതീക്ഷ അനുസരിച്ച് ആർക്കാണ് വിജയസാധ്യതയെന്ന് UDF നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. UDF പ്രവേശനം ഉറപ്പായാൽ കൂടുതൽ പേർ ഒപ്പം വരും. അപ്പോൾ പിന്നെ അത്തരത്തിൽ കൂട്ടായ പ്രവർത്തനം നടത്താനാകുമെന്നും, എന്നാൽ തന്നെ അകത്തുകയറ്റാൻ തടസ്സം എന്താണെന്ന് ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇപ്പൊ പറയുന്നതുമില്ല. അതേസമയം വമ്പം വെല്ലുവിളിയൊക്കെ നടത്തിയാണ് പിണറായി വിജയനെതിരെ പോരാട്ടത്തിനിറങ്ങിയത് PV അൻവർ. എവിടെയൊക്കെയോ അടിപതറി എന്ന കാര്യം ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ആശാൻ. പിണറായി സത്തെ തകർക്കാനാണ് ഇത്രയും റിസ്ക് എടുത്ത് താൻ MLA സ്ഥാനമടക്കം രാജിവെച്ചത്. എന്നാൽ പിണറായിക്കെതിരെയുള്ള പോരാട്ടത്തിനിറങ്ങുമ്പോൾ ശക്തി പകരേണ്ട ഘടകങ്ങളെ യോജിപ്പിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ പിണറായിയെ തകർക്കാൻ കഴിയുമെന്നും അൻവർ തുറന്നു പറയുന്നു. അതിനായി UDF മുന്നണി പ്രവേശനം കിട്ടിയേ പറ്റൂ. കേരളത്തിലെ ജനവികാരം പിണറായിക്കെതിരാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് താൻ. അത് തെളിയിക്കാനുള്ള ബാധ്യത UDFനുണ്ട്. പിണറായി വീണ്ടും അധികാരത്തിലെത്തുമോ എന്ന ചിന്ത ജനങ്ങൾക്കുണ്ട്. LDF ഉണ്ടാക്കുന്ന ഈ ഒരു പ്രതീതി ഇല്ലാതാക്കാനുള്ള പോരാട്ടമാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകേണ്ടത്. താൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിലാണ്, അല്ലാതെ 2026 അല്ലെന്നും നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണെന്നും അൻവർ പറഞ്ഞു. മലപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്തോ VS ജോയിയോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാൽ പിന്തുണയ്ക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീരുമാനം പറയാൻ പറ്റില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി VS ജോയിയോ അതോ ആര്യാടൻ ഷൗക്കത്തോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഏതു സമയവും വരാമെന്നിരിക്കെ മുന്നണികൾ തിരക്കിട്ട സ്ഥാനാർത്ഥി ചർച്ചകളിലാണ്. പാർട്ടിക്ക് പുറത്തുള്ള വോട്ടുകൾ കൂടി ആകർഷിക്കാൻ കഴിയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് CPM പരിഗണിക്കുന്നത്. എന്താവും നിലമ്പൂരിലെ അവസ്ഥയെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.